ഫ്രണ്ട്സി മെഫിൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നമ്മളൊന്ന് നമ്മുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു പാഴ്സൽ ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളതിൽ പാഴ്സലുണ്ട്. തൊട്ടടുത്തൊരു ഡ്രോപ്പ് ഓഫ് ചെയ്യുന്ന ഒരു സെൻറ്റർ ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നുണ്ടെന്ന് UK. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് കാട്ടി തരാം. നമുക്കിതുപോലത്തെ സെറ്റപ്പൊക്കെ നാട്ടിലുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗകര്യം. നമ്മൾ പോയി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വരി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഒന്ന് വെയിലൊക്കെ കുതിച്ചിട്ടുണ്ട്. ഡ്രോപ്പ് ഓഫ് ചെയ്യുന്ന സ്ഥലം ഇവിടെ നമ്മളെ പാഴ്സലിൻ്റെ QR കോഡും ബാർകോഡൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡിഫറെൻറ്റ് സർവീസുകളുണ്ട്. ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോക്സ് തുറന്നു വരും. ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഓഫ് അവസാനിച്ചു. നമ്മളിവിടെ UK ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ റൺ ചെയ്യുന്ന സമയത്ത് കുറേ അധികം നൂലാമാലകൾ ഫുള്ള് വെയിലടിക്കുന്നുണ്ട് കേട്ടോ. നൂലാമാലകൾ ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷനും അതുപോലെ തന്നെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ 100 പ്രാവശ്യം നടത്തിപ്പിക്കും. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. മാക്സിമം ഫാസ്റ്റ് ആക്കിയും അതുപോലെ തന്നെ സിമ്പിളാക്കിയിട്ടാണ് ഇവിടുത്തെ എല്ലാ പ്രോസസ്സുകളും ഓപ്പറേഷൻസ് ആയാലും ഡോക്യുമെൻറ്റേഷൻസ് ആയാലും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയാലും ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ പാർസൽ പിക്ക് ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ജേണി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലത്തെ ചാനലിൽ നമ്മൾ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ.